ഒരു സംരംഭം ആരംഭിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം എപ്പോഴാണ്? സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പാഠപുസ്തകങ്ങൾ പറയുന്ന ഡെഫിനിഷൻസ് പൊതുവെയുള്ള ധാരണകളുടെ ബാക്കിയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വിപണി വളരെ സജീവമായിരിക്കുമ്പോൾ, ഡിമാൻഡ് വളരെയധികം ഉയർന്നിരിക്കുമ്പോൾ, അനിശ്ചിതത്വം കുറവായിരിക്കുമ്പോൾ, എന്നാൽ ചില ബിസിനസ്സുകളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. കൃത്യമായ ദീർഘവീക്ഷണമുള്ള ഒരാൾക്ക് ഇതൊന്നും ബാധകമല്ല. വിപണി എങ്ങനെയോ ആയിക്കൊള്ളട്ടെ, തനിക്ക് വിജയിച്ച് കാണിക്കാൻ അറിയാമെന്നൊരു കോൺഫിഡൻസ് ഉണ്ടാകും അവർക്ക്. അങ്ങനെ ഒരാളുടെ കഥയാണ് ഇന്ന് പറയുന്നത്. ഈ അടുത്ത ദശാബ്ദത്തിലെ ഏറ്റവും വലിയ തകർച്ചയിലൂടെ വിപണി കടന്നുപോയപ്പോൾ ഒരു ബിസിനസ് ആരംഭിച്ച് വിജയിപ്പിച്ച് കാണിച്ച ഒരാളെക്കുറിച്ച്. 2020 കോവിഡ് മഹാമാരി കാലത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ലോകം മുഴുവൻ സാമ്പത്തികമായി മന്ദഗതിയിലായിരുന്ന സമയം. ജോലി നഷ്ടപ്പെട്ടവരും വരുമാനം നിലച്ചവരും ദിവസേന ചെലവുകൾ പോലും നടത്താൻ ബുദ്ധിമുട്ടുന്നവരും ഒക്കെയായി നിരാശയുടെ പടുകുഴിയിൽ വീണുപോയ അനേകം ആളുകൾ. മുന്നോട്ട് എന്തെന്നറിയാതെ തള്ളി നീക്കിയ ദിവസങ്ങൾ. കമ്പനികൾ വലിയ തോതിൽ ജോലിക്കാരെ പിരിച്ചുവിടുകയും ശമ്പളം കൊടുക്കാനില്ലാതെ നട്ടം തിരിയുകയും ചെയ്ത സമയത്ത് ഒരു ബിസിനസ് തുടങ്ങുക എന്ന കാര്യം സങ്കല്പിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? എന്നാൽ അത്തരമൊരു സാഹചര്യത്തിലാണ് 2020 നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ കൊച്ചിയിലെ കളമശ്ശേരിയിൽ നിന്ന് റിച്ച് മാക്സ് ഫിൻവെസ്റ്റ് എന്നൊരു ധനകാര്യ സ്ഥാപനം ആരംഭിക്കുന്നത്. ഈ തീരുമാനത്തിന് പിന്നിൽ നിന്നത് ജോർജ് ജോൺ വലാത്ത് എന്ന ദീർഘവീക്ഷണമുള്ളൊരു മനുഷ്യനായിരുന്നു. അതും NBFC മേഖലയിലെ 16 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഒരു വ്യക്തി. കോവിഡ് കാലത്ത് ഒരു ധനകാര്യ സ്ഥാപനം തുടങ്ങുന്നത് റിസ്ക് ആണെന്ന് അദ്ദേഹത്തോട് പലരും പറഞ്ഞു. സ്ഥിരം കേൾക്കുന്ന പിന്തിരിപ്പൻ വാക്കുകളായിരുന്നില്ല അത്. വിപണി അത്രയും തകർന്നിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ പറഞ്ഞതിൽ കഴമ്പുമുണ്ടായിരുന്നു. പക്ഷെ ജോർജ് ജോൺ ശ്രദ്ധിച്ചത് റിസ്കിൽ മാത്രമല്ല, അതിനുള്ളിലെ അവസരത്തിലായിരുന്നു. സാമ്പത്തിക പ്രവർത്തനങ്ങൾ നിലച്ചാലും ഒരു കാര്യം നിലയ്ക്കില്ല: ആളുകൾക്ക് പണത്തിനോടുള്ള ആവശ്യകത. പ്രത്യേകിച്ച് വരുമാനം നിലച്ചു നിൽക്കുന്ന സമയത്ത് ലിക്വിഡ് ക്യാഷ് എന്ന ആവശ്യം അവർക്ക് കൂടുതൽ ശക്തമായിരുന്നു. കയ്യിൽ 5 പൈസ എടുക്കാനില്ലാതിരിക്കുമ്പോൾ ബാങ്കുകൾ പോലും വായ്പകൾ നിർത്തിവെച്ച സാഹചര്യത്തിൽ അത്തരമൊരാവശ്യം എന്തായാലും ഉണ്ടാകുമല്ലോ. ഈ ലളിതമായ വിപണി സത്യം തിരിച്ചറിഞ്ഞതാണ് റിച്ച് മാക്സിൻ്റെ തുടക്കത്തിന് പിന്നിലെ പ്രധാന കാരണം, ഒപ്പം വിജയത്തിന് പിന്നിലെ പ്രധാന രഹസ്യവും. ഈ തിരിച്ചറിവ് അവരുടെ ബിസിനസ് മോഡലിനെ നേരിട്ട് സ്വാധീനിച്ചു. വലിയ തുകയ്ക്കുള്ള വായ്പകൾ നൽകുന്നതിന് പകരം ശരാശരി 35,000 വരെയുള്ള ചെറുകിട സ്വർണ്ണ വായ്പകളിലാണ് കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. വലിയ വായ്പകൾ നൽകുമ്പോൾ റിസ്ക് കോൺസെൻട്രേഷൻ ഉണ്ടാകും. പക്ഷേ ചെറുകിട വായ്പകൾ നിരവധി ആളുകൾക്ക് നൽകുമ്പോൾ അത് അത്തരം റിസ്കുകൾ കുറച്ചുകൂടി വിഭജിക്കപ്പെടുകയാണ്. ഇതിലൂടെ പോർട്ട്ഫോളിയോ റിസ്ക് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന വസ്തുത ഉറപ്പാക്കാൻ കമ്പനിക്ക് കഴിഞ്ഞു. ഇതൊരു സാമ്പത്തിക തന്ത്രമോ ബിസിനസ് മോഡലോ മാത്രമായി കാണാൻ നമുക്ക് സാധിക്കില്ല. പകരം സാധാരണക്കാരുടെ അടിയന്തര ആവശ്യങ്ങൾക്ക് വേഗത്തിൽ പരിഹാരം നൽകുന്ന ഒരു ജനകീയ മോഡലായിട്ടാണ് വിലയിരുത്തപ്പെടേണ്ടത്. എന്നാൽ ഇത്തരമൊരു പുതിയ ബ്രാൻഡിൻ്റെ മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി വിശ്വാസമാണ്. വിപണി അനിശ്ചിതത്വത്തിലായിരിക്കുമ്പോൾ ഒരു പുതിയ NBFCയെ ആളുകൾ എങ്ങനെ വിശ്വസിക്കും? ഇതിന് റിച്ച് മാക്സ് എടുത്ത സമീപനം വളരെ വ്യക്തമായിരുന്നു: മികച്ച സേവനം ഉറപ്പാക്കുക. സ്വർണ്ണ വായ്പകൾ പരമാവധി 5 മുതൽ 8 മിനിറ്റിനുള്ളിൽ ലഭ്യമാക്കുന്ന സംവിധാനം അവർ വികസിപ്പിച്ചു. ബാങ്കുകളുമായി API അധിഷ്ഠിതമായി നേരിട്ട് ബന്ധിപ്പിച്ച സിസ്റ്റം വഴി പണമിടപാടുകൾ ഉപഭോക്താവിൻ്റെ അക്കൗണ്ടിലേക്ക് നിമിഷങ്ങൾക്കുള്ളിൽ എത്തിച്ചു. RBIയുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നതിലൂടെ സുതാര്യത ഉറപ്പാക്കി. ഇതിലൂടെ വേഗവും വിശ്വാസ്യതയും ഒരുമിച്ച് നൽകാൻ കഴിഞ്ഞു. റിച്ച് മാക്സിൻ്റെ വളർച്ചയുടെ പ്രധാന ഇന്ധനം പരസ്യങ്ങളല്ലായിരുന്നു, മറിച്ച് ഉപഭോക്താക്കളുടെ സംതൃപ്തിയും അനുഭവമായിരുന്നു. മികച്ച സേവനം ലഭിച്ച ഉപഭോക്താക്കൾ മറ്റുള്ളവരിലേക്ക് ഇത് പങ്കുവച്ചു. ഈ മൗത്ത് പബ്ലിസിറ്റി തന്നെയാണ് ബ്രാൻഡിൻ്റെ വിശ്വാസ്യത വളരെ വേഗം വർദ്ധിപ്പിച്ചത്. ഈ സമയത്ത് തന്നെ മറ്റൊരു നിർണായകമായ ബിസിനസ് നീക്കം കമ്പനി നടത്തി. ഒരു പുതിയ NBFC ലൈസൻസിനായി കാത്തു നിൽക്കാതെ റിച്ച് മാക്സ് നിലവിലുള്ള ഒരു NBFC ഏറ്റെടുത്തു. ക്ലീൻ ട്രാക്ക് റെക്കോർഡുള്ള ഒരു സ്ഥാപനത്തെ ഏറ്റെടുക്കുന്നതിലൂടെ നിയമപരമായ തടസ്സങ്ങൾ മറികടക്കാനും പ്രവർത്തനം വേഗത്തിൽ ആരംഭിക്കാനും ഇതവരെ സഹായിച്ചു. ഇതൊരു സാധാരണ നീക്കമല്ല, സമയത്തെ ലാഭിച്ച് മാർക്കറ്റിൽ വേഗത്തിൽ പ്രവേശിക്കാൻ സഹായിച്ച ഒരു തന്ത്രപരമായ തീരുമാനം കൂടിയായിരുന്നു. ടെക്നോളജി ഉപയോഗവും റിച്ച് മാക്സിൻ്റെ വളർച്ചയിൽ വളരെ നിർണായകമായൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കോവിഡ് ശേഷം ഡിജിറ്റൽ ഇടപാടുകൾ കൂടുതൽ വ്യാപകമായപ്പോൾ API അധിഷ്ഠിത ബാങ്കിംഗ് ഇൻ്റഗ്രേഷൻ, സെൻട്രലൈസ്ഡ് പേയ്മെൻറ്റ് സിസ്റ്റങ്ങൾ, മൊബൈൽ ആപ്ലിക്കേഷൻ എന്നിവ ഉപയോഗിച്ച് അവർ തങ്ങളുടെ പ്രവർത്തനം നവീകരിച്ചു. സാധാരണ ബാങ്കുകളിൽ മണിക്കൂറുകൾ എടുക്കുന്ന പ്രക്രിയ ഇവിടെ വെറും മിനിറ്റുകൾക്കുള്ളിൽ പൂർത്തിയാക്കാൻ സാധിച്ചു. ഇത് ഉപഭോക്താക്കളുടെ അനുഭവം മെച്ചപ്പെടുത്തുകയും കൂടുതൽ ആളുകളെ ബ്രാൻഡിലേക്ക് ആകർഷിക്കുകയും ചെയ്തു. വളർച്ചയുടെ അടുത്ത ഘട്ടം വിപണി വികസനമായിരുന്നു. കേരളത്തിൽ ആരംഭിച്ച സ്ഥാപനം പിന്നീട് തമിഴ്നാട്, തെലങ്കാന, കർണാടക, ഒറീസ എന്ന സംസ്ഥാനങ്ങളിലേക്ക് കൂടി വളരെ വേഗം വ്യാപിച്ചു. ഈ വികസനം ഒരു നിയന്ത്രണമില്ലാത്ത വ്യാപനമായിരുന്നില്ല. സ്പ്രെഡ് ആൻഡ് ഫിൽ എന്ന തന്ത്രമാണ് അവരിവിടെ ഉപയോഗിച്ചത്. ആദ്യം പ്രധാന നഗരങ്ങളിൽ സാന്നിധ്യം ഉറപ്പിക്കുക,
തുടർന്ന് അവിടെയുള്ള ഇടവേളകൾ പുതിയ ശാഖകൾ വഴി നിറയ്ക്കുക. ഇതിലൂടെ വിപണിയിൽ ശക്തമായ പിടിമുറുക്കം നേടുന്നതിനൊപ്പം വിവിധ പ്രദേശങ്ങളിലേക്കുള്ള വ്യാപനത്തിലൂടെ തങ്ങളുടെ റിസ്ക് കുറയ്ക്കാനും അവർക്ക് സാധിച്ചു. 2022 കേരളത്തിൽ 60 ബ്രാഞ്ചുകളുണ്ടായിരുന്ന റിച്ച് മാക്സ് 2025 അത് 100 വർദ്ധിപ്പിച്ചു. ഇപ്പോൾ 125-ലധികം ബ്രാഞ്ചുകളും 700-ലേറെ ജീവനക്കാരുമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായി ഇത് മാറിയിരിക്കുന്നു. വെറും 5 വർഷത്തിനുള്ളിൽ കൈവരിച്ച ഈ വളർച്ച ബിസിനസ് തീരുമാനങ്ങളുടെ കൃത്യതയും മാനേജ്മെൻറ്റിൻ്റെ ദീർഘവീക്ഷണവും എത്രമാത്രം വ്യാപ്തിയുള്ളതാണെന്ന് വ്യക്തമാക്കി തരുന്നുണ്ട്. ഒരു സംരംഭം വളരാൻ ഫൗണ്ടർ മാത്രം മതിയാകില്ല, ടീം അതിൻ്റെ അടിസ്ഥാനമാകണം. ജോർജ് ജോൺ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായൊരു നിലപാടാണ് സ്വീകരിച്ചത്. തന്നേക്കാൾ ബുദ്ധിയുള്ളവരും കഴിവുള്ളവരുമായ ആളുകളെ ടീമിൽ ഉൾപ്പെടുത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയം. ഒപ്പം മൈക്രോ മാനേജ്മെൻറ്റ് ഒഴിവാക്കുക, ഡിപ്പാർട്ട്മെൻറ്റ് തലവന്മാർക്ക് തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുക തുടങ്ങിയവ കൂടി അദ്ദേഹം പരീക്ഷിച്ചു. ഈ സമീപനം സ്ഥാപനത്തിനകത്ത് ഒരു ഓണർഷിപ്പ് കൾച്ചറാണ് സൃഷ്ടിച്ചത്. ഇത്തരം സമീപനം ജീവനക്കാരെ വെറും ജീവനക്കാരായി കാണാതെ സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ടാണ് കാണുന്നതെന്ന ബോധം അവർക്കുള്ളിൽ വിതച്ചു. റിച്ച് മാക്സ് ഒരു NBFC ആയി മാത്രം നിൽക്കാൻ ശ്രമിക്കുന്നില്ല. ജ്വല്ലറി, ട്രാവൽസ് എന്നീ അനുബന്ധ മേഖലകളിലേക്ക് കടന്നത് ഒരു ബിസിനസ് എക്കോസിസ്റ്റം രൂപപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ്. വാലറ്റ് ജ്വല്ലേഴ്സ്, റിച്ച് മാക്സ് ടൂർസ് ആൻഡ് ട്രാവൽസ് തുടങ്ങിയ സംരംഭങ്ങൾ വഴി ഉപഭോക്താവിൻ്റെ വിവിധ ആവശ്യങ്ങൾ ഒരേ ബ്രാൻഡിൻ്റെ കീഴിൽ നിറവേറ്റാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത്. ഇത് ബ്രാൻഡ് ലോയൽറ്റി വർദ്ധിപ്പിക്കുന്ന ഒരു ദീർഘകാല തന്ത്രം കൂടിയാണ്. ഇതിനൊപ്പം സാമൂഹിക ഉത്തരവാദിത്വത്തിനും കമ്പനി പ്രാധാന്യം നൽകുന്നുണ്ട്. ലഹരി വിരുദ്ധ പ്രചാരണങ്ങൾ, വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കൽ പോലുള്ള പ്രവർത്തനങ്ങൾ വഴി സമൂഹവുമായി ഇവർ തങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തമാക്കുന്നു. ഇത്തരത്തിൽ ബിസിനസ് വളർച്ചയും സാമൂഹിക പ്രതിബദ്ധതയും ഒരുമിച്ച് പോകുമ്പോൾ ബ്രാൻഡിനൊരു സോഷ്യൽ ക്യാപിറ്റലാണ് രൂപപ്പെടുന്നത്. ഇപ്പോഴുള്ള യാത്രയിൽ കമ്പനിയുടെ ഭാവി ലക്ഷ്യങ്ങളും വളരെ വ്യക്തമാണ്. 2030 1000 ബ്രാഞ്ചുകൾ എന്ന ലക്ഷ്യവും 2040 ഒരു ഷെഡ്യൂൾഡ് ബാങ്കായി മാറുക എന്ന ദീർഘകാല ദർശനവും റിച്ച് മാക്സിൻ്റെ മുന്നോട്ടുള്ള യാത്രയെ നിയന്ത്രിക്കുന്നു. 125 ബ്രാഞ്ചുകളുണ്ടായിട്ടും ഇതെൻ്റെ വിഷൻ്റെ 1% മാത്രമാണ് എന്ന് ജോർജ് ജോൺ പറയുന്നത് ഈ യാത്ര തുടങ്ങിയിട്ടേയുള്ളൂ എന്നുകൂടി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടേക്ക് അവേ ഇതൊരു ആകസ്മിക വിജയമല്ല എന്നതാണ്. വിപണി തകർന്നു നിന്ന സമയത്ത് പോലും അതിൻ്റെ യഥാർത്ഥ ആവശ്യം തിരിച്ചറിഞ്ഞ് അതിന് അനുയോജ്യമായ ഒരു ലളിതവും കാര്യക്ഷമവുമായ ബിസിനസ് മോഡൽ നിർമ്മിച്ചതാണ് റിച്ച് മാക്സിൻ്റെ ശക്തി. സാമ്പത്തിക സാഹചര്യങ്ങൾ എത്ര മോശമായാലും മനുഷ്യരുടെ ആവശ്യങ്ങൾ ഒരിക്കലും നിൽക്കില്ല. ആ ആവശ്യത്തെ കൃത്യമായി തിരിച്ചറിയുകയും അതിന് ഏറ്റവും ലളിതമായ പരിഹാരം നൽകുകയും ചെയ്യുന്നവർക്കാണ് വിപണിയിലെ ഏറ്റവും വലിയ അവസരങ്ങൾ സ്വന്തമാക്കാൻ കഴിയുന്നത്. നിങ്ങളിലെ സംരംഭകന് ധൈര്യമുണ്ടെങ്കിൽ, ദീർഘവീക്ഷണമുണ്ടെങ്കിൽ, നൂറ്റാണ്ടിലെ ഏറ്റവും മോശ സമയത്ത് പോലും വിജയിക്കാൻ സാധിക്കുമെന്നതിന് ഇതിലും വലിയ എന്ത് തെളിവാണ് വേണ്ടത്?